കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനേവക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനേവെ നിവാസികൾ വിധി ദിവസത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വാഴ്ത്തപ്പെട്ട വ്യക്തിയുണ്ട്, റാണി മരിയ. നമുക്കറിയാം, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ജനിച്ച് വളർന്ന് അവർ എന്നറിയപ്പെടുന്നത് ഇൻഡോർ റാണി. എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അവിടെ പോയി മിഷൻ വേല ചെയ്തു, പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു, ധൈര്യമായിട്ട് ഭീഷണികളെയൊക്കെ മറികടന്ന് സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോയി. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ മുതലാളിമാരുടെ പ്രേരണയാൽ സാമുന്ദർ സിംഗ് അവളെ യാത്ര ചെയ്ത സമയത്ത് മറ്റ് യാത്രികരുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊന്നു. നമുക്കറിയാം, ഒത്തിരിയേറെ ദൈവത്തെ സ്നേഹിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി. പക്ഷെ ഇന്ന് ജീവൻ ആ സമയത്ത് പൊലിഞ്ഞെങ്കിലും ലോകം മുഴുവനും അവളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലായിരുന്ന ഒരു വ്യക്തി ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ, സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ റാണി മരിയയെ കുത്തിക്കൊന്ന സാമുന്ദർ സിംഗ് പിന്നീട് അദ്ദേഹം പലരുടെയും ഉപദേശങ്ങൾ, സംസാരങ്ങളൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ട് ഉള്ള നാമകരണത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുടെ വീട്ടുകാർ അവനെ സ്വീകരിച്ച്, കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ക്ഷമിച്ച് സ്വീകരിക്കുന്ന ആ ഒരു വിശാല മനസ്സ്, ഇതൊക്കെ നമുക്ക് വലിയ പാഠമാകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, സാവൂൾ അവൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയാണ്. സ്തേഫാനോസ് അവനെ എല്ലാവരോടും ക്ഷമിച്ച്, തന്നെ കല്ലെറിഞ്ഞവരോട് പോലും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ മരണനിദ്ര പ്രാപിക്കുന്നത്. വളരെ ശാന്തനായിട്ടാണ് മരിച്ചത്. ആ സാഹചര്യത്തിൽ അത് കണ്ടു നിന്ന് സാവൂളിൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ആ ഒരു കൃപ വർഷിക്കപ്പെട്ടു. അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഇതുപോലെ നമ്മൾ നന്മ ചെയ്യാനും വിശ്വാസം ജീവിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ വായനകളെല്ലാം അടയാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം കർത്താവ് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. യോനായുടെ അടയാളം, അതുപോലെ തന്നെ ശബാരാജ്ഞിയുടെ അടയാളം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ഇന്ന് സുവിശേഷ ഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അടയാളം കണ്ടിട്ട് വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അടയാളം കാണാം. ഇതിലേതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാറുള്ളത്? നമുക്കാണെങ്കിൽ സാധിക്കും, എവിടെയെങ്കിലും അടയാളം, അത്ഭുതം നടന്നെന്ന് കണ്ടാൽ ഒരു ഒഴുക്കം അങ്ങോട്ട്. പക്ഷേ നമ്മളായിരിക്കുന്നിടത്ത് വേണേൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ച് അവിടെ ഒരു അടയാളം നടത്തുക എന്നുള്ളത്, അതിന് എത്രമാത്രം ശ്രദ്ധ കൊടുക്കാറുണ്ട്? നമ്മൾ കേട്ട ചില വീടുകളിലൊക്കെ അസാധാരണമായ സഹനത്തിലൂടെ കടന്നുപോയ വ്യക്തികളെ അവിടെ തളരാതെ പതരാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം വീട്ടിൽ അത്ഭുതം പ്രവർത്തിച്ചു. വേണേ അവിടെ ഉണ്ടായിരുന്ന
മാതാവിൻ്റെ രൂപത്തിൽ നിന്നും തൈലം വരുന്നതും സുഗന്ധം പരക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെവിടെയെങ്കിലും പോയിട്ടാണോ? അവർ ആ സഹനങ്ങൾ എടുത്തു, ആ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതം അവരുടെ വീട്ടിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് നമുക്ക് അടയാളം കണ്ടതിൻ്റെ പേരിൽ വിശ്വസിക്കാം. യോഹന്നാൻ 2 നമ്മൾ വായിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ലെന്നാണ്. നമ്മളെ യേശു വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം? എത്ര അടയാളം നമ്മൾ കണ്ടെന്ന് പറഞ്ഞാലും യേശു വിശ്വസിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ അടയാളം കാണിക്കുന്നവരായിട്ട്, അടയാളം കാണുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വിശ്വാസ ജീവിതം അടയാളം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്കറിയാമല്ലോ, തോമാസ്ലീഹായോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഇതിനേക്കാൾ ഭാഗ്യപ്പെട്ടവർ. നമ്മൾ കാണുന്നുണ്ട്, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 1:24 വായിച്ചാൽ കാണാൻ സാധിക്കും. ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ആർക്കാണ് യേശു ജ്ഞാനവും ശക്തിയുമായി മാറുക? അതും പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക്. വിശ്വസിക്കാത്തവർക്കല്ല. വിശ്വസിക്കാത്തവർക്ക് അവനൊരു അടയാളമായി മാറണമെന്നില്ല. അവർ എത്ര അടയാളം കണ്ടതിൻ്റെ പുറകെ ഓടിയെന്ന് പറഞ്ഞാലും രക്ഷപ്പെടണമെന്നില്ല. വിശ്വസിക്കുന്നവർക്ക് എനിക്കൊരടയാളം വേണമെന്നില്ല. കാരണം എനിക്ക് വേണ്ടി പാടുപീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു എൻ്റെ കൺമുമ്പിലുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, ഞാൻ വേറെ ആരെക്കുറിച്ചും വേറെ ഒന്നിനെക്കുറിച്ചും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിതനായ കർത്താവിനെ. അങ്ങനെ ആ കർത്താവിനെ രക്ഷകനായി കണ്ടുകൊണ്ട് അവനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അവന് വേണ്ടി ജീവിക്കും. പരസ്യമായിട്ട് മാത്രമല്ല കേട്ടോ, രഹസ്യമായിട്ട്. ഇന്ന് ആൾക്കാരുടെ മുമ്പിലൊക്കെ മാന്യതയോടെ പെരുമാറുന്ന വ്യക്തികൾ അല്പം പ്രൈവസി കിട്ടിയാൽ ചിലപ്പോൾ സ്വഭാവമൊക്കെ മാറും. അങ്ങനെയുള്ളവർ യേശുവിനെ അറിയുന്നവരും യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവരും എന്ന് പറയാൻ പറ്റത്തില്ല. വേറെ ആരും കാണുന്നില്ലേലും എൻ്റെ രഹസ്യ നിമിഷങ്ങളിൽ പോലും കർത്താവിനെ ഞാൻ സ്നേഹിക്കും. കർത്താവിന് അനിഷ്ടമായൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ പറയാൻ പറ്റുന്നവർ അവരുടെ ജീവിതത്തിൽ പല അടയാളങ്ങൾ അവർ കണ്ടെന്ന് വരും, അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കണ്ടെന്ന് വരും. പക്ഷെ അതൊന്നും അടയാളം കണ്ടതിൻ്റെ പേരിലല്ല, അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ ആ ഒരു പേരിലാണ്. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, നോമ്പുകാലം പശ്ചാത്തപിക്കാനുള്ള ഒരു സമയം, അനുദപിക്കാനുള്ള ഒരു സമയം. ശരിയായ അനുതാപമുള്ളിടത്ത് എന്ത് സംഭവിക്കും എന്ന് ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു, നിനേവയ്ക്കെതിരെ ഉള്ള ആ ഒരു വിധി പ്രഖ്യാപനം, ഇത് നശിക്കും. അത് കേട്ടിട്ട് അവർ ചെയ്തൊരു കാര്യം, ഉപവാസം പ്രഖ്യാപിച്ചു. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പോലും ഉപവസിക്കുന്ന ഒരു രംഗം. മൃഗങ്ങൾ പോലും, ഇന്നും മനുഷ്യന് ഉപവസിക്കാൻ കൂട്ടാക്കുന്നില്ല, മൃഗങ്ങൾ പോലും ശാന്തമായിട്ട് ആ ഒരു കാര്യം എടുക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ എടുത്തതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ദൈവം മനസ്സ് മാറ്റി. ദൈവം മനസ്സ് മാറ്റി നമ്മുടെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റി വിടണമെങ്കിൽ നമ്മൾ മനമുരുകി ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയണം. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാനാവില്ല. സങ്കീർത്തനം 34:18 വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്, ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം. ഇതല്ലേ അനുതാപകാലത്ത്, അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ഭാഗമായിട്ട് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ ദൈവം മനസ്സ് മാറ്റും. നമുക്കറിയാമല്ലോ, എല്ലാ പാപത്തിനും അതിൻ്റേതായിട്ടുള്ള പരിണത ഫലമുണ്ട്. അതാണ് ശിക്ഷ. ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന് ശിക്ഷ ഉണ്ടാകും. പക്ഷേ ഈ ശിക്ഷ ഇളയ്ക്കുന്ന ഒരു കാര്യമാണ് അനുതാപം എന്നുള്ളത് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21:27 വചനം കർത്താവ് ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആഹാബ് അവൻ മരിക്കും എന്ന് പ്രവാചകനിലൂടെ ദൈവം പ്രഖ്യാപിച്ചതാണ്. അത് കേട്ടിട്ട് ആഹാബ് നിരാശപ്പെടുകയല്ല ചെയ്തത്, പ്രതികാരദാഹിയാകുകയല്ല ചെയ്തത്. ആഹാബ് അനുതപിച്ചു. അവൻ രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ഉപവാസം അനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയും കണ്ടതേ ഉള്ളൂ. ദൈവം പറഞ്ഞെന്താ? ഞാൻ എൻ്റെ മനസ്സ് മാറ്റുക. ആഹാബിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സ് മാറ്റുക. അവൻ്റെ മേൽ അയക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്ന ശിക്ഷ മാറ്റിവിടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പോലും മനസ്സ് മാറ്റാൻ ശക്തിയുള്ളതാണ് നമ്മുടെ അനുതാപം എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് വേണ്ടിയോ
മറ്റുള്ളവർക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകേണ്ടതിന് നമുക്ക് അനുദപിച്ച് മനമൊരുകി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കാര്യം ചെയ്ത് മുന്നേറുവാനും അർത്ഥവത്തായ ഒരു നോമ്പുകാല ആചരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.